അല്ലാതെ പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. ഇത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഒരിക്കലുമല്ല. നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ തുറന്ന് പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിലും ഇതില്ല, ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ളവർ ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ ഇൻ്റലക്ച്വൽസ് ഇല്ലയോ? നമ്മൾ ഓർത്ത് നോക്കണം. നമുക്ക് ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് അടുത്ത് നമ്മുടെ സോമനാഥ് മലയാളി അല്ലയോ? എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ, ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അതല്ല, ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. കാമരാജിന് എത്ര ഇംഗ്ലീഷ് അറിയാമായിരുന്നു? എത്ര പേരുടെ ഇപ്പം നരേന്ദ്രമോദിക്ക് നമുക്കറിയാമല്ലോ. നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ കൊച്ചാക്കി പറയല്ല, അദ്ദേഹത്തെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമില്ല, ഗ്രാസ് റൂട്ടിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ല. തരൂര് തനിക്ക് എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് നൽകിയിട്ടും തരൂർ കോൺഗ്രസിന്റെ അഭിമുഖത്തോട് പിന്നിൽ നിന്ന് കിട്ടിയൊരു അഭിപ്രായമുണ്ട്. തരൂര് ഈ സമയത്ത് ഇപ്പം ഞാൻ പറയാം, കോൺഗ്രസിനോട് പല അഭിപ്രായം, കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ആണ്. എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോൺ, അദ്ദേഹം വിദേശത്തെ കൂടുതൽ സമയം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകണം. കൊറോണ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു 2 വർഷത്തേക്ക് തന്നെ 1-2 പ്രാവശ്യം മാത്രമാണ് വന്നത് എന്നുള്ളൊരു സാധ്യതയുണ്ട്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ കൊറോണ സമയത്ത് കോൺഗ്രസ്സുകാരും സാധാരണക്കാരും ഒക്കെ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിൽ ഒന്നും ഒരു കാര്യം ഞാൻ കാണുന്നില്ല, സൂപ്പർഫിഷ്യലാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് നിങ്ങൾക്ക് ഓസിലെന്നെ കിട്ടിയതല്ലയോ? അപ്പം നിങ്ങൾ ഓസിൽ കിട്ടിയതല്ലയോ? പറ. മുല്ലപ്പള്ളി കെ മുരളീധരൻ പങ്കെടുക്കുന്നുണ്ടോ? മുല്ലപ്പള്ളിക്ക് അസൗകര്യമുള്ളതുണ്ടോ? അല്ല അതെ, അത് കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. മുല്ലപ്പള്ളി അഭിപ്രായം അതാണ്, മുല്ലപ്പള്ളി അത് പറഞ്ഞു, അത്ര തന്നെ. എനിക്കും അഭിപ്രായം ഉണ്ട്, അത് ഞാൻ അവിടെ ICCയിലേ പറയത്തുള്ളൂ.